24 അധ്യായം. അഹരോന്റെ പുത്രന്മാരുടെ കൂറുകളോ? അഹരോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസാർ, ഈഥാമാർ. നാദാബും അബീഹുവും അവരുടെ അപ്പന് മുമ്പേ മരിച്ചുപോയി. അവർക്ക് പുത്രന്മാരുണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് എലയാസാരും ഈഥാമാരും പൗരോഹിത്യം നടത്തി. ദാവീദ് എലയാസാരിന്റെ പുത്രന്മാരിൽ സാദോക്ക്, ഈഥാമാരിന്റെ പുത്രന്മാരിൽ അഹിമേലക് എന്നിവരുമായി അവരെ അവരുടെ ശുശ്രൂഷയുടെ മുറപ്രകാരം വിഭാഗിച്ചു. ഈഥാമാരിന്റെ പുത്രന്മാരിലുള്ളതിനേക്കാൾ എലയാസാരിന്റെ പുത്രന്മാരിൽ അധികം തലവന്മാരെ കണ്ടതുകൊണ്ട് എലയാസാരിന്റെ പുത്രന്മാരിൽ 16 പിതൃഭവന തലവന്മാരും ഈഥാമാരിന്റെ പുത്രന്മാരിൽ 8 പിതൃഭവന തലവന്മാരുമായി വിഭാഗിച്ചു. എലയാസാരിന്റെ പുത്രന്മാരിലും ഈഥാമാരിന്റെ പുത്രന്മാരിലും വിശുദ്ധ സ്ഥലത്തിന്റെ പ്രഭുക്കന്മാരും ദൈവാലയത്തിന്റെ പ്രഭുക്കന്മാരും ഉള്ളതുകൊണ്ട് അവരെ തരഭേദം കൂടാതെ ചീട്ടിട്ടു വിഭാഗിച്ചു. ലേവ്യരിൽ നെഥനയേലിന്റെ മകനായ ശെമയ്യ ശാസ്ത്രി രാജാവിനും പ്രഭുക്കന്മാർക്കും പുരോഹിതനായ സാദോക്കിനും അബ്യാഥാരിന്റെ മകനായ അഹിമേലക്കിനും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃഭവന തലവന്മാർക്കും മുമ്പാകെ ഒരു പിതൃഭവനം ഏലയാസാരിനും മറ്റൊന്ന് ഈഥാമാരിനുമായി ചീട്ടുവന്നത് എഴുതിവച്ചു. ഒന്നാമത്തെ ചീട്ട് യഹോയാരീബിനും, രണ്ടാമത്തേത് യദായാവിനും, മൂന്നാമത്തേത് ഹാരീമിനും, നാലാമത്തേത് ശെയോരീമിനും, അഞ്ചാമത്തേത് മൽക്കിയാവിനും, ആറാമത്തേത് മീയാമിനും, ഏഴാമത്തേത് ഹക്കോസിനും, എട്ടാമത്തേത് അബീയാവിനും, ഒമ്പതാമത്തേത് യേശുവയ്ക്കും, പത്താമത്തേത് ശെഖന്യാവിനും, 11ാമത്തേത് എല്യാശീബിനും, 12ാമത്തേത് യാക്കീബിനും, 13ാമത്തേത് ഹൂപ്പയ്ക്കും, 14ാമത്തേത് യേശബായാമിനും, 15ാമത്തേത് ബിൽഗയ്ക്കും, 16ാമത്തേത് ഇമ്മേരിനും, 17ാമത്തേത് ഹേസീരിനും, 18ാമത്തേത് ഹപ്പിസേസിനും, 19ാമത്തേത് പെതഹ്യാവിനും, 20ാമത്തേത് യെഹെസ്കേലിനും, 21ാമത്തേത് യാക്കീനും, 22ാമത്തേത് ഗാമൂലിനും, 23ാമത്തേത് ദെലായാവിനും, 24ാമത്തേത് മയസ്യാവിനും വന്നു. ഇസ്രയേലിന്റെ ദൈവമായ യഹോവ അവരുടെ പിതാവായ അഹരോനോട് കൽപ്പിച്ചതുപോലെ അവൻ അവർക്ക് കൊടുത്ത നിയമപ്രകാരം അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് യഹോവയുടെ ആലയത്തിലേക്ക് അവർ വരേണ്ടുന്ന ക്രമം ഇതായിരുന്നു. ശേഷം ലേവ്യപുത്രന്മാരോ? അമ്രാമിന്റെ പുത്രന്മാരിൽ ശുബായേൽ, ശുബായേലിന്റെ പുത്രന്മാരിൽ യഹ്ദയാവ്. രഹബ്യാവോ? രഹബ്യാവിന്റെ പുത്രന്മാരിൽ തലവൻ യിശ്യാവ്. യിസ്ഹാര്യരിൽ ശലോമോത്ത്, ശലോമോത്തിന്റെ പുത്രന്മാരിൽ യഹത്ത്. ഹെബ്രോന്റെ പുത്രന്മാർ യെരിയാവ് തലവൻ, അമര്യാവ് രണ്ടാമൻ, യഹസീയേൽ മൂന്നാമൻ, യക്കമെയാം നാലാമൻ. ഉസ്സിയേലിന്റെ പുത്രന്മാർ മീഖ, മീഖയുടെ പുത്രന്മാർ ഷാമീർ, മീഖയുടെ സഹോദരൻ യിശ്യാവ്. യിശ്യാവിന്റെ പുത്രന്മാരിൽ സഖര്യാവ്. മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, മൂശി. യയസ്യാവിന്റെ പുത്രന്മാർ ബെനോ. മെരാരിയുടെ പുത്രന്മാർ യയസ്യാവിൽ നിന്നുത്ഭവിച്ച ബെനോ, ശോഹം, സക്കൂർ, ഇബ്രി. മഹ്ലിയുടെ മകൻ എലയാസാർ, അവന് പുത്രന്മാർ ഉണ്ടായില്ല. കീശോ, കീശിന്റെ പുത്രന്മാർ യെരഹ്മെയേൽ. മൂഷിയുടെ പുത്രന്മാർ മഹ്ലി, ഏദർ, യെരീമോത്ത്. ഇവർ പിതൃഭവനമായി ലേവിയുടെ പുത്രന്മാർ. അവരും അഹരോന്റെ പുത്രന്മാരായ തങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെ ദാവീദ് രാജാവിനും സാദോക്കിനും അഹിമേലക്കിനും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃഭവന തലവന്മാർക്കും മുമ്പാകെ അതത് പിതൃഭവനത്തിൽ ഓരോ തലവൻ താന്റെ ഇളയ സഹോദരനെ പോലെ തന്നെ ചീട്ടിട്ടു.